ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനങ്ങൾ 72 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. സങ്കീർത്തനങ്ങൾ 72 ദാവീദിന്റെ മകനായ ശലോമോന്റെ പ്രാർത്ഥനകളാണ് തുടങ്ങുന്നതെങ്കിലും അത് യഥാർത്ഥത്തിൽ നീതിയുടെയും സമാധാനത്തിന്റെയും രാജാവായ മശിഹായുടെ അഥവാ യേശുക്രിസ്തുവിന്റെ ഭരണത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഒന്നാമതായി ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് സാർവത്രിക ഭരണം, യൂണിവേഴ്സൽ ഡൊമീനിയൻ. ഈ വാക്യങ്ങൾ മശിഹയുടെ ഭരണത്തിന്റെ അതിരുകളില്ലാത്ത വ്യാപ്തിയെ വരച്ചു കാട്ടുന്നു. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും എന്ന ഈ പ്രയോഗം അവന്റെ ആധിപത്യം ലോകമെമ്പാടും വ്യാപിക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ശലോമോന്റെ ഭരണകാലത്ത് ഈ വാഗ്ദാനങ്ങൾ ഭാഗികമായി നിവൃത്തിയേറിയെങ്കിലും അത് പൂർണ്ണമായത് യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലാണ്. മരുഭൂമിയിലുള്ള നിവാസികൾ അവനെ വണങ്ങുന്നു. ദ്വീപുകളിലും സെബീലയിലുള്ള രാജാക്കന്മാരും അവനെ കാഴ്ചകൾ അർപ്പിക്കുന്നു. എല്ലാ രാജാക്കന്മാരും ജാതികളും അവനെ സേവിക്കുന്നു. ഇത് അവന്റെ പരമാധികാരത്തെയും സകലത്തിനു മേലുള്ള അവന്റെ ഭരണത്തിനെ വെളിപ്പെടുത്തുന്നു. നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിൽ, ജോലി സ്ഥലത്ത് ഒക്കെ നമ്മൾ അംഗീകരിക്കാൻ, യേശുക്രിസ്തുവിന്റെ ഭരണത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാകുന്നുണ്ടോ? നമ്മുടെ ജീവിതമാകുന്ന രാജ്യത്തിൽ അവനെ രാജാവായി വാഴിക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായി ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ദരിദ്രരോടുള്ള അനുകമ്പ, കമ്പാഷൻ ഫോർ ദ നീഡി. ഈ ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നീതിയും അനുകമ്പയുമാണ്. രാജാവ് നിലവിളിക്കുന്ന സഹായമില്ലാത്ത എളിയവനെ വിടുവിക്കുന്നു. അവരെ അവൻ ആദരിക്കുകയും അവരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്യുന്നു. ഈ വാക്യങ്ങൾ മശിഹയുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു. ദുർബലരോട് കരുതലും ദയയും കാണിക്കുന്നു. അവന്റെ രാജ്യത്തിൽ പീഡനവും ആക്രമവും ഉണ്ടാകുകയില്ല, കാരണം അവൻ അവരുടെ രക്തം വിലയേറിയതായി കാണുന്നു. നമുക്ക് ചിന്തിക്കാം, ക്രിസ്തുവിന്റെ അനുയായികളായ നാം നമ്മുടെ ചുറ്റുമുള്ള സഹായം അപേക്ഷിക്കുന്നവർ അല്ലെങ്കിൽ എളിയവരെ നാം എങ്ങനെയാണ് കാണുന്നത്? ഈ വാക്യങ്ങൾ നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. ക്രിസ്തുവിന്റെ അനുകമ്പ നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ടോ? ഈ ക്രിസ്മസ് കാലയളവിൽ നമുക്ക് ദരിദ്രരോടും എളിയവന്മാരോടും അനുകമ്പയുള്ളവരായി ജീവിക്കാം. യേശുക്രിസ്തുവിനെ പോലെ നമുക്ക് ആകാം. നമുക്ക് പ്രാർത്ഥിക്കാം. നീതിമാനായ ഞങ്ങളുടെ രാജാവേ, അങ്ങയുടെ ഭരണം ഭൂമിയുടെ അറ്റങ്ങൾ വരെ എത്തിക്കണമേ. അങ്ങയുടെ അനുകമ്പയാൽ നിലവിളിക്കുന്ന എളിയവരെ നീ വിടുവിക്കണമേ. അങ്ങയുടെ പൂർണ്ണമായ ഭരണത്തിൽ ഞങ്ങൾക്ക് അനുകമ്പയുള്ളവരായി, സ്നേഹമുള്ളവരായി മറ്റുള്ളവരെ സഹായിക്കുവാൻ സാധിക്കണമേ. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Wishing you a Merry Christmas and Happy New Year. Thank you.